നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. അക്ഷരമുറ്റത്തെ ഇനി ആ ചിരികളില്ല, ആശ്വാസ വാക്കുകളില്ല. വെക്കേഷൻ ആഘോഷിക്കാൻ യാത്ര പുറപ്പെടുമ്പോൾ ഒടുവിലായി പകർത്തിയ ആ ഗ്രൂപ്പ് ഫോട്ടോ ഇന്ന് ഒരു നാടിൻ്റെയാകെ നൊമ്പരമായി മാറുന്നു. വാൽപ്പാറയിലെ കൊടുംവളവിൽ പൊലിഞ്ഞത് ഒരു വിദ്യാലയത്തിൻ്റെ നെടും തൂണുകളായ അധ്യാപകരും ജീവനക്കാരുമാണ്. സ്കൂൾ വരാന്തയിൽ ഒത്തുചേർന്ന് അവർ ചിരിച്ചുകൊണ്ട് പകർത്തിയ ആ ചിത്രം 2024-25 അധ്യയന വർഷം അവസാനിക്കുമ്പോൾ സന്തോഷത്തോടെ എടുത്ത ആ ഫോട്ടോയിലുള്ള 6 പേർ ഇന്ന് ജീവിക്കുന്ന ഓർമ്മയാണ്. അതിരപ്പള്ളിയും മലക്കപ്പാറയും കണ്ട് പൊള്ളാച്ചിയിലേക്ക് പോകവെയാണ് പാങ്ങ് പാറമ്പൽ GLP സ്കൂളിലെ അധ്യാപക സംഘം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത്. KL 11 AM 7288 നമ്പറിലുള്ള ട്രാവലർ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം സംരക്ഷണ ഭിത്തി തകർത്ത് താഴേക്ക് പതിക്കുകയായിരുന്നു. യാത്രക്കിടയിൽ അവർ പകർത്തി സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച ഓരോ ചിത്രവും ഇപ്പോൾ പ്രിയപ്പെട്ടവരുടെ കണ്ണ് നിറയ്ക്കുന്നു. പ്രധാനാധ്യാപിക അജിത, അധ്യാപകരായ റംല, സുഹറ, ആഷ, മജീദ്, സ്കൂളിലെ പാചകത്തൊഴിലാളി സാജിദ എന്നിവർ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മജീദിന്റെ ഭാര്യ റുക്കിയയും സുഹറയുടെ മകൻ ഹിഷാമും ഷക്കീനയും ഈ ലോകത്തോട് വിട പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ വിലാപയാത്രയായി നാട്ടിലെത്തിച്ചു. അമ്പലപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ബന്ധപ്പെട്ട ഖബർസ്ഥാനുകളിലും ശ്മശാനങ്ങളിലും സംസ്കാര ചടങ്ങുകൾ നടക്കും. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ തിരിച്ചുവരുമെന്ന് കരുതിയ കുരുന്നുകൾക്കും നാട്ടുകാർക്കും ഈ വിയോഗം താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. അക്ഷരങ്ങൾ പകർന്നു നൽകിയ കൈകൾ യാത്രയാവുകയാണ്. ഒരു പിടി നോവുന്ന ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി വാൽപ്പാറ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ ജന്മനാട്ടിലെത്തിച്ചു. പാങ്ങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെ പൊതുദർശനത്തിൽ പ്രിയപ്പെട്ട അധ്യാപകരെയും സഹപ്രവർത്തകരെയും കാണാൻ വിങ്ങിപ്പൊട്ടി ജനം ഒഴുകിയെത്തുകയാണ്. അക്ഷരമുറ്റത്ത് പ്രിയപ്പെട്ടവർക്ക് വിട ചൊല്ലുമ്പോൾ കണ്ണീർക്കടലായി മാറുകയാണ് മലപ്പുറം ജില്ലയിലെ പാങ്ങ് ഗ്രാമം. ഒരു നാടിന്റെ മുഴുവൻ വിങ്ങലാകുകയാണ് 12 വയസ്സുകാരൻ ഹിഷാം അടക്കം ആ 9 പേരും. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് മുൻപ് തന്നെ നൂറുകണക്കിന് ആളുകൾ പൊതുദർശനം നടക്കുന്ന അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിയിരുന്നു. പൊള്ളാച്ചിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെ 6 മണിയോടെയാണ് മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസുകൾ കേരളത്തിലേക്ക് തിരിച്ചത്. ആംബുലൻസുകൾ എത്തിയപ്പോഴേക്കും സ്കൂൾ മുറ്റം നിയന്ത്രിക്കാനാവാത്ത സങ്കടക്കടലായി മാറി. പാങ്ങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അടങ്ങുന്ന 13 അംഗ സംഘത്തിലെ 9 പേരാണ് വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 വാൽപ്പാറ ചുരം റോഡിലെ 13ാം ഹെയർ പിൻ വളവിൽ നടന്ന അപകടത്തിൽ മരിച്ചത്. നിയന്ത്രണം വിട്ട വാൻ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 9ാം വളവിലേക്ക് പതിക്കുകയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക അജിത, അധ്യാപകരായ റംല, സുഹറ, ആഷ, മജീദിന്റെ ഭാര്യ റുക്കിയ, സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ്, പാചകത്തൊഴിലാളി സാജിദ എന്നിവർ സംഭവസ്ഥലത്തും സുഹറയുടെ മകൻ 12 വയസ്സുള്ള ഇഷാം ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ ഷഹദീൻ മുഹമ്മദ്, നൌഷാദ് അലി, മുഹമ്മദ് ഫൈസ് എന്നിവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ നൌഷാദ് അലിയും മുഹമ്മദ് ഫൈസും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. പരുക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 10 വയസ്സുകാരി മസ്നീനെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ തന്റെ ഉമ്മ മരിച്ച വിവരം മസ്നീൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിൽ. വെള്ളിയാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപയോഗം 116.11 ദശലക്ഷം യൂണിറ്റായിരുന്നു. വൈകുന്നേരത്തെ ആവശ്യകതയും റെക്കോർഡിലെത്തി. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 6013 മെഗാവാട്ടായിരുന്നു. അതേസമയം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. വെള്ളിയാഴ്ച പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു. സാധാരണയേക്കാൾ 3.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിൽ അത്യുഷ്ണം തുടരും. ചൂടും ഈർപ്പമേറിയതുമായ അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുള്ളതിനാൽ വെയിലേൽക്കുമ്പോൾ കരുതണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഇടുക്കി മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. തിങ്കളാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡുകൾ തകർത്ത് കുതിച്ചുയർന്നു. ആഗോള വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശികമായ ആവശ്യകത വർദ്ധിച്ചതും സ്വർണത്തിന് പുറമെ വെള്ളിയുടെ വിലയും കുത്തനെ ഉയരാൻ കാരണമായി. പവന് 600 രൂപ കൂടി ഉയർന്നതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,14,240 രൂപയിലെത്തി. ഗ്രാമിന് 14,280 രൂപയാണ് നിരക്ക്. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില ഉടൻ വർദ്ധിപ്പിച്ചേക്കും. 29-ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുക്കുക. തീരുമാനം വൈകിക്കുന്നതിൽ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പ്രതിഷേധം നടക്കുകയാണ്. ലിറ്ററിന് 6 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം. അതേസമയം സർക്കാരിന് വീണ്ടും കത്ത് നൽകുമെന്ന് മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. വില വർധന അനിവാര്യമാണെന്നും വില കൂട്ടാൻ മിൽമയ്ക്ക് അധികാരമുണ്ടെന്നും KS മണി പറഞ്ഞു. എന്നാൽ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും അഭിപ്രായം ചോദിക്കുകയും വേണം. നേരത്തെ നൽകിയ കത്തിന് വ്യക്തമായ മറുപടി സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ കൂടി ഭാഗമായാണ് മറുപടി വൈകിയത്. 3 വർഷമായി വില കൂട്ടിയിട്ടില്ല. വില കൂട്ടാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും മിൽമ ചെയർമാൻ KS മണി പറഞ്ഞു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,280 രൂപയും പവന് 1,14,240 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് കണ്ണമ്പത്തൂർ മേനാച്ചേരി ദേവസിക്കുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. വത്സയാണ് ഭാര്യ. ദിവ്യ, ഡെൻസിൽ എന്നിവർ മക്കളും ഡോണി, അഞ്ജു എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.